ആരോഗ്യ മേഖലയ്ക്കായി തുക ചെലവഴിക്കുന്നതിൽ കേരളം രാജ്യത്ത് രണ്ടാമതെന്ന നാഷണൽ ഹെൽത്ത് അക്കൗണ്ടന്റ് സർവേ 2020-21-22 വർഷങ്ങളിൽ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ ചെലവ് താരതമ്യം ചെയ്തുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിലെ ഹാഫ്രസിൽ സ്കൂളിന് അഭിവൃദ്ധി ഉണ്ടാകാനായി 2ാം ക്ലാസ്സുകാരനെ ബലി നൽകി. സ്കൂൾ ഡയറക്ടറും അധ്യാപകനും ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രസ്ഗവാനിലെ TLB പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത്. ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കാൻ പ്രഖ്യാപിച്ച് വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡ്വെയ്ൻ ബ്രാവോ. അടുത്തിടെ കരീബിയൻ പ്രീമിയർ ലീഗിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് താരത്തിന്റെ പ്രഖ്യാപനം. 2 പതിറ്റാണ്ടോളം നീണ്ട ക്രിക്കറ്റ് കരിയറിനാണ് ഇതോടെ തിരശ്ശീല വീണത്. കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പ്രതിവിധിയായി 3 ട്രെയിനുകൾ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുനലൂർ എറണാകുളം മെമു സർവീസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞതായി കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കിയത്.